പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പറ്റി ഇനി ഒന്ന് പറയാമോ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ആനുവൽ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ആനുവൽ കംപ്ലയൻസസ് എന്തൊക്കെയാണുള്ളത്, പിന്നെ അതിൻ്റെ ഓണർഷിപ്പിനെ പറ്റി അതൊക്കെ ഒന്ന് പറയാമോ? ടാക്സേഷനും എല്ലാം ഒന്ന്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ മിനിമം 2 പേര് വേണം. ഒന്നില്ലെങ്കിൽ 2 ഷെയർ ഹോൾഡേഴ്സ്, അതോടൊപ്പം തന്നെ 2 ഡയറക്ടേഴ്സും വേണം. അത് മിനിമമാണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം അപ് ടു 200 വരെ നമുക്കാവാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഇത് നമുക്ക് രജിസ്ട്രേഷൻ തരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. സെൻട്രൽ മിനിസ്ട്രിയാണ് നമുക്ക് രജിസ്ട്രേഷൻ തരുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് ഇന്ത്യയിൽ ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 പേര് വേണം. 2 പേരെന്ന് വെച്ചാൽ 2 ഷെയർ ഹോൾഡേഴ്സും 2 ഡയറക്ടേഴ്സും. ഇത് രണ്ടും ഒരേ ആൾ തന്നെയാകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഡയറക്ടേഴ്സ് വേണമെങ്കിലാവാം. ഇനി അതല്ല 2 ഷെയർ ഹോൾഡേഴ്സ് വേറെ 2 ഡയറക്ടേഴ്സ് അങ്ങനെ വേണമെങ്കിലും നമുക്കാവാം. ഈ ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ആദ്യം നെയിമിന് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ഫോംസ് ലൈക്ക് അതിനൊരു MOA ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അങ്ങനെ 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഫയൽ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടുന്നത്. നമ്മൾ നെയിം ആപ്ലിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമ്മുടെ കമ്പനിയുടെ നെയിം, നമുക്കൊരു യൂണീക്ക് നെയിം നമ്മൾ കണ്ടുപിടിക്കണം. ആ നെയിമിന് നമ്മൾ മിനിസ്ട്രിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം അവർ അതിൻ്റെ നെയിമിംഗ് ഗൈഡ് ലൈൻസ് പ്രകാരം ഈ നെയിം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അതായത് വേറെ ട്രേഡ് മാർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ പേരിന്, അല്ലെങ്കിൽ വേറെ ഇതേ പേരിൽ വേറെ കമ്പനി എവിടെയെങ്കിലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഈ പേര് പരത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് നെയിം ഇവർ അപ്രൂവ് ചെയ്ത് തരുന്നത്. അങ്ങനെ വൺസ് നമുക്ക് ആ നെയിം അപ്രൂവ് ആയി കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ നെക്സ്റ്റ് 20 ഡേയ്സ്, ആ നെയിമിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 20 ദിവസമേ ഉള്ളൂ. ഈ 20 ദിവസത്തിനകം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഈ കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാൻ കാർഡ്, ആധാർ, പിന്നെ ഒരു യൂട്ടിലിറ്റി ബില്ല്, പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ്. നമുക്കൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഇതിന് മാൻഡേറ്ററി ആണ്. അപ്പോൾ ആ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ എന്താ പറയുക, അതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്ന ഡോക്യുമെൻറ്റ്സ് ലൈക്ക് റെൻറ്റഡ് ആണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ്, അതിൻ്റെ ഒരു യൂട്ടിലിറ്റി ബില്ല്, അല്ലെങ്കിൽ ടാക്സ് അടച്ച റെസീപ്റ്റ്സ്, ഇതുപോലെ കുറച്ച് ഈ പറയുന്ന മിനിമം ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മെയിനായിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഡോക്യുമെൻറ്റ്സും വെച്ച് നമ്മൾ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിനകം തന്നെ നമുക്ക് നമ്മുടെ കമ്പനി രജിസ്റ്റർ ആയി കിട്ടും. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെയാണ്. കാരണം നമുക്ക് ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കമ്പനിയുടെ എന്നാണോ നമുക്ക് രജിസ്ട്രേഷൻ ആവുന്നത് ആ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അതോടൊപ്പം നമുക്ക് ESI രജിസ്ട്രേഷൻ, PF രജിസ്ട്രേഷൻ, പിന്നെ പാൻ നമ്പർ അലോട്ടാവും, ടാൻ നമ്പർ അലോട്ടാവും. ഇങ്ങനെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം രജിസ്ട്രേഷൻ്റെ സെയിം ഡേ തന്നെ ഇഷ്യൂ ചെയ്യുവാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ ഈ പറഞ്ഞ 5 ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, പാന്, ടാന്, ESI, PF, ഇത്രയും രജിസ്ട്രേഷൻസ് നമുക്ക് കിട്ടും. ഇതോടൊപ്പം ഈ രജിസ്ട്രേഷൻ ഇത്രയും രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സും ഇതോടൊപ്പം നമ്മുടെ ആ ഡയറക്ടേഴ്സിൻ്റെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് പാനും ആധാറുമായിട്ട് ഏതൊരു ബാങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അവർ ഈ കമ്പനിയുടെ പേരിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആസ് നോർമൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നൂടെ ഒന്ന് പറയാമോ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ആണ് ഒന്നാമത് നമുക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പബ്ലിക്കിന് അവൈലബിൾ ആണ്. ബേസിക് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് മിനിസ്ട്രി പോർട്ടലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക ഗവൺമെൻറ്റിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കമ്പനിക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ നാളെ ഒരു ബാധ്യത കമ്പനിക്ക് ഒരു വലിയൊരു ലയബിലിറ്റി വരുന്നൊരു സാഹചര്യത്തിൽ കമ്പനിക്ക് അസറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്നെടുത്ത് ഈ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്താൽ മതി. പിന്നെ നമ്മളിനി ഒരു ഇൻവെസ്റ്റർ ആംഗിളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ കമ്പനിയിൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത്, കമ്പനിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഷെയറാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ എളുപ്പമാണ്. ഒരു പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ LLP പോലെ നമ്മൾ നമ്മുടെ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പാർട്ണർ ആക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആംഗിളിൽ നിന്ന് നോക്കുമ്പം ബാക്കി ഏതൊരു എൻറ്റിറ്റി ടൈപ്പ് വെച്ച് കമ്പയർ ചെയ്താലും പ്രൈവറ്റ് കമ്പനി ആയിരിക്കും കുറച്ചും കൂടെ ഈസിയർ. പ്രൈവറ്റ് കമ്പനിയുടെ ഡിസഡ്വാൻറ്റേജിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ അതിൻ്റെ ഒന്ന് രജിസ്ട്രേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ കുറേ കംപ്ലയൻസുകളുണ്ട്. വർഷത്തിൽ നമ്മൾ മിനിമം 4 ബോർഡ് മീറ്റിംഗ് കൂടണം, ഇതെല്ലാം റെക്കോർഡിക്കലായിട്ട് ഇത് മിനിറ്റ്സ് ആയിട്ട് നമ്മൾ വെക്കണം. അതോടൊപ്പം ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടണം, ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാം വിളിക്കണം. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റും കംപ്ലയൻസും കൂടുതലായിരിക്കും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. ഇപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു കംപ്ലയൻസുകൾ കൂടുതലാണെന്ന്. ഈ കംപ്ലയൻസ് നമ്മൾ ഓൺ ടൈം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലേറ്റ് ഫീസും ഫൈനും എല്ലാം വരുന്നത് ഭയങ്കര വലിയ ഫൈനാണ്. അത് പല ഫോംസിനും ഇപ്പം പെർ ഡേ 100 റുപ്പീസ് വെച്ചൊക്കെയാണ് ഫൈൻ വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫോം ഫയൽ ചെയ്യാൻ വിട്ടുപോയി, ഒരു 2 മാസം ലേറ്റായി എന്ന് വെക്കുക, അപ്പം 60 ദിവസം ഇൻറ്റു 100 റുപ്പീസ് വെച്ചാണ് അതിൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. 6000 രൂപയായി. ഇപ്പം നമ്മുടെ ഒരു ഫയലിങ്സ്, ആനുവൽ ഫയലിംഗ്, വർഷാവർഷം ഫയൽ ചെയ്യേണ്ട ഒരു ഫോം നമ്മൾ ഒരു വർഷത്തെ മിസ്സായി എന്ന് വെക്കുക. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഫിനാൻഷ്യൽസ് റെഡി ആയിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഡയറക്ടേഴ്സ് സ്ഥലത്തുണ്ടായിരുന്നായിരിക്കില്ല. അങ്ങനെ എന്ത് കാരണമായിക്കോട്ടെ, ഒരു വർഷം ലേറ്റായി എന്ന് വെക്കുക. അടുത്ത 2 വർഷത്തേത് ഒരുമിച്ചാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ടോട്ടൽ 365 ഡേയ്സാണ് അവിടെ ലേറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 2 ഫോംസ് ഫയൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആ 2 ഫോംസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 70,000 റുപ്പീസാണ് ഇവർക്ക് ലേറ്റ് ഫീസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിതെല്ലാം ഓൺ ടൈം തന്നെ ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ നമുക്കിത് അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും നോൺ കംപ്ലയൻസ് വന്നു കഴിയുമ്പോഴാണ് ഈ ലേറ്റ് ഫീസ് പെനാൽറ്റി എല്ലാം വരുന്നത്. അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതെന്ന് പറയാമോ? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ബാക്കി ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ലൈക്ക് പ്രൊപ്പറേറ്ററി, പാർട്ണർഷിപ്പ്, LLP ഇതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു മേൽനോട്ടത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അതോടൊപ്പം തന്നെ ഈ സുതാര്യതയും ട്രാൻസ്പെറൻസിയും എല്ലാം ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, കമ്പനിയിൽ എന്തൊക്കെയും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, എന്തൊക്കെയെന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള കേസല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച്, ഡയറക്ടർ ചേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലും കൂടെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ കമ്പനിയിലെ ഡയറക്ടർക്ക് വേറെ ഏതെങ്കിലും ബിസിനസ് എൻറ്റിറ്റീസ് ഉണ്ടോ, അതിനകത്ത് അവരുടെ താല്പര്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചില ബോർഡ് മീറ്റിംഗ്സ് വിളിച്ച് കൂട്ടേണ്ടതുണ്ട്. വർഷത്തിൽ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഇങ്ങനെയുള്ള കുറച്ചധികം മാനദണ്ഡങ്ങൾ വന്നു കഴിയുമ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് അത് കൂടുതലായിരിക്കും. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് സാധാരണ സംരംഭങ്ങൾക്കെല്ലാം വരുന്ന പോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് നേച്ചറും അല്ലെങ്കിൽ വോളിയും അനുസരിച്ച് GST, ESI, PF പോലുള്ള ഫയലിങ്സ് അതിലെന്തായാലും വരും. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനി ആകുമ്പം ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. അതിപ്പം ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത് നമ്മൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നുണ്ട്. അത് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന് ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി. പ്രൈവറ്റ് കമ്പനിക്ക് പക്ഷേ അങ്ങനെയല്ല, ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങി എന്തെങ്കിലും കാരണവശാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ പോലും എല്ലാ വർഷവും നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇത് ഓഡിറ്റ് ചെയ്ത് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അഡീഷണൽ കോസ്റ്റ് വരുന്നത് വെച്ചാൽ ഈ ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളും ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ 2-3 ഫോംസ് അഡീഷണൽ ഫയൽ ചെയ്യണം. അതിൽ ഒന്ന് AOC4 എന്ന് പറയും, അതുപോലെ MGT7. ഇത് രണ്ടും നമ്മുടെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽസ്, ഇതെല്ലാം വെച്ച് ഫയൽ ചെയ്യുന്ന 2 ഫോംസാണ് ഈ പറഞ്ഞ AOC4ഉം MGT7ഉം. അതോടൊപ്പം തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും. അപ്പം ഇത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ലയബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അവനൊരു ബാധ്യതയായിരിക്കും. ഇത് ബിസിനസ് നമ്മൾ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഒരിക്കലും അവരെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഇനോപ്പറേറ്റീവ് ആയിട്ട് ഇടുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഇതൊരു അധിക ബാധ്യതയായിരിക്കും.
കമ്പനിയുടെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബാക്കി എൻറ്റിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കമ്പനിക്ക് കൂടുതലായിരിക്കും. ഇപ്പം നമ്മളൊരു പ്രൊപ്പറേറ്ററിൻ്റെ ഒരു കേസ് ആദ്യം എടുക്കുക. ഒരു പ്രൊപ്പറേറ്ററിന് ഇപ്പോൾ ഒരു 10,000 ആണ് ആ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് വന്നതെന്ന് നോക്കുക. അതൊരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പോകുമ്പം അത് മേ ബി ഒരു 15,000 അല്ലെങ്കിൽ 20,000 ആവാം. അത് LLPയിലേക്ക് പോകുമ്പം ആ 20 എന്നുള്ളത് പിന്നെ ഒരു 30-35 ആവാം. അത് കമ്പനിയിലേക്ക് പോയി കഴിയുമ്പം വീണ്ടും അത് ഇൻക്രീസ് ചെയ്യും. ആ 30 നമ്മൾ ഒരു LLPക്ക് 30 പറഞ്ഞെടുത്ത് ഒരു കമ്പനിക്ക് ചിലപ്പോൾ അത് 50 ആവാം, 55 ആവാം, ചിലപ്പോൾ അതിലും കൂടുതലാവാം. ഇതെല്ലാം പ്യൂർലി വോളിയം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, നേച്ചർ ഓഫ് ബിസിനസ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലയബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരിൽ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണ് അത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതായത് ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ അസറ്റ്സ് വിറ്റ് അതിനെ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് പ്രൈവറ്റ് കമ്പനി വരുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കാരണം കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിന് പാൻ കാർഡ് കിട്ടുന്നുണ്ട്, ബാക്കി എല്ലാ രജിസ്ട്രേഷൻസ് സെപ്പറേറ്റ് ആണ്. അതിന് സെപ്പറേറ്റ് ഒരു മെമ്മോറാണ്ടം ഉണ്ട്, MOA ഉണ്ട്, അല്ലെങ്കിൽ AOA ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിൻ്റെ ഒരു പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പം കമ്പനിയെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലയബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പേരിൽ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. നമ്മൾ ബാക്കി പാർട്ണർഷിപ്പ് പ്രൊപ്പറേറ്ററെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിലെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റിയുടെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അവരൊരു പരിധിവരെ സേഫാണ്. ഈ കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ട്, ആ ലയബിലിറ്റി പല രീതിയിൽ വരാം. ലൈക്ക് സപ്ലയർ പേയ്മെൻറ്റ്സ് ആവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാഫ് സാലറി പേയബിൾസ് കാണാം. അതുപോലെ ഒരുപാട് പേർക്ക് ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പം ഒരുപാട് പേർക്ക് നമ്മൾ പൈസ കൊടുക്കാനായിട്ട് കാണും. അങ്ങനെ ബിസിനസ്സിലൊരു ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ബാധ്യതകൾ ബിസിനസ്സിന് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ എന്തുമാത്രം അസറ്റ് ഉണ്ടോ ആ അസറ്റ് എല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്ത് ഒരു പ്രോറാറ്റ ബേസിസിൽ നമ്മൾ ഇവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം അതൊരു പ്രൊപ്പറേറ്ററിലേക്കോ പാർട്ണർഷിപ്പിലേക്കോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവർ ഇൻഡിവിജ്വലി ആ പാർട്ട്നേഴ്സ് ആരാണ് അവർ ഇൻഡിവിജ്വലി ഫണ്ട് കൊണ്ടുവന്ന് ഈ ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി എൻറ്റിറ്റീസിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇതിനുള്ളത്. അതായത് എത്ര ഓണേഴ്സ് വരാൻ പോകാം, അത് നമ്മൾ ജസ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അത് ഷെയർ ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെയർ ഞാൻ വേറൊരാൾക്ക് സെല് ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ ഷെയർ മുഴുവനും ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ അതിൻ്റെ ഓണർഷിപ്പിൽ നിന്ന് മാറി. പുതിയതാരാണോ വരുന്നത് അദ്ദേഹമായിരിക്കും അതിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് മിനിമം 2 ഷെയർ ഹോൾഡേഴ്സ് വേണമെന്നാണ്. ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ആ ഷെയർസ് എത്ര വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതൊരു പ്രൈവറ്റ് കമ്പനിക്ക് മാക്സിമം അപ് ടു 200 ഷെയർ ഹോൾഡേഴ്സ് വരെ ആവാം. ഇപ്പം ആദ്യം ഞാനും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഞങ്ങൾ 2 പേരായിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എന്ന് വെക്കുക. എൻ്റെ അടുത്ത് 90% ഷെയറും ആ ഫ്രണ്ടിൻ്റെ അടുത്തൊരു 10% ഷെയറും ഉണ്ടെന്ന് വെക്കുക. എൻ്റെ 90% വേണമെങ്കിൽ എനിക്ക് ഡൈല്യൂട്ട് ചെയ്യാം. അത് എത്ര പേർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ആ എൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ഓണർഷിപ്പ് പുതിയ വരുന്ന ആളുകളുടെ കയ്യിലേക്ക് പോകും. രജിസ്ട്രേഷൻ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റ് വൈസ് അത് ചേഞ്ച് ചെയ്യും. കാരണം ഇതിനകത്തൊരു നല്ലൊരു എമൗണ്ട് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. എങ്കിലും കേരളത്തിലെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15,000 to 20,000 റേഞ്ചിൽ നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതൊരു മിനിമം ക്യാപിറ്റലും എല്ലാം വെച്ച്.